ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കരിമീൻ പൊള്ളിച്ചതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കരിമീൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കുറച്ച് കായപ്പൊടി പിന്നെ ഒരു 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഒരു ലെമണിൻ്റെ ജ്യൂസും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് മീനിലേക്ക് പിടിപ്പിച്ചു കൊടുക്കാം. എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ പിടിപ്പിച്ചു കൊടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ഞാനൊരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാകുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മീൻ ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയ സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 സവാള, 2 തക്കാളി, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മീൻ ഫ്രൈ ചെയ്ത അതേ ഓയിലിലേക്ക് തന്നെ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. സവാളക്ക് പകരം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഉള്ളി നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, തക്കാളി എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്കുള്ള പൊടികളൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ കഴിഞ്ഞാൽ മസാല ഇവിടെ റെഡിയായി. ഇനി അടുത്തത് വാഴയില എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചൂടാക്കിയിട്ട് തുടച്ചു കൊടുക്കാം. എന്നിട്ട് ആദ്യം നമ്മൾ നേരത്തെ മസാല കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് മേലെയും കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ മടക്കി കൊടുക്കാം. എന്നിട്ട് കെട്ടി കൊടുക്കാം. ഇത് കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ കെട്ടിവെച്ച വാഴയില അതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് പൊള്ളിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് 2 സൈഡും പൊള്ളിച്ചെടുക്കാം. അതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് നമുക്ക് ഈ കെട്ടൊന്ന് അയച്ചെടുക്കാം.
അപ്പം നമ്മളൊക്കെ അടിപൊളി കരിമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.